കൂടി വരുവാൻ കർത്താവ് സഹായിച്ചുള്ളൂ. ഇന്ന് നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ, ദൈവസന്നിധിയിൽ വളരെ ബോധത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവസഭയെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് പ്രോഗ്രാം ഏറ്റെടുത്ത ഓരോ പ്രിയപ്പെട്ടവർക്കും ആ പ്രോഗ്രാമുകൾ ചെയ്യുവാനുള്ള ദൈവത്തിന്റെ കൃപ അവരുടെ ഓരോരുത്തരുടെ പേരിൽ ദൈവം നൽകേണ്ടതിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസഭയായിരിക്കും. നാം എല്ലാവരും ദൈവസഭയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സമയത്ത് ഈ ആനിവേഴ്സറി പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതിനായി പ്രിയ മുകേഷ് തന്നെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നല്ല പിതാവ്, ഇത്രത്തോളം ഞങ്ങളെ നടത്തി കർത്താവ്, സഭയിൽ ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചു കർത്താവ്, ബന്ധത്തോടെ കൂടുതൽ ഞങ്ങളെ സഹായിച്ചു കർത്താവ്, ഞങ്ങളെ വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കുമേ കർത്താവ്. വിത്തിരിക്കുന്ന പ്രോഗ്രാം എല്ലാം നല്ല ഭംഗിയായി നടത്തുവാൻ കൂടെ നിന്ന് സഹായിക്കണം കർത്താവ്. എല്ലാം ദൈവനാമഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാം ദൈവം അങ്ങയുടെ മാത്രത്തിനായി തീരാൻ സഹായിക്കണേ. എല്ലാവരും സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രാർത്ഥന ആദ്യം കേട്ടനായ സ്തോത്രം നാമത്തിൽ തന്നെ. We welcome you in the name of Jesus Christ. We welcome you, beloved guest. We welcome you in the name of Jesus Christ. W welcomes you in the worthy name of Jesus. W welcomes you in the worthy name of Jesus. W welcomes you in the worthy name of Jesus. W welcomes you in the name of Jesus Christ. He welcomes you in the eternal name of Jesus. He welcomes you in the eternal name of Jesus. He welcomes you in the eternal name of Jesus. He welcomes you in the name of Jesus Christ. L welcomes you in the loving name of Jesus. L welcomes you in the loving name of Jesus. L welcomes you in the loving name of Jesus. L welcomes you in the name of Jesus Christ. C welcomes you in the coming name of Jesus. C welcomes you in the coming name of Jesus. C welcomes you in the coming name of Jesus. C welcomes you in the name of Jesus Christ. O welcomes you in the holy name of Jesus. O welcomes you in the holy name of Jesus. O welcomes you in the holy name of Jesus. O welcomes you in the name of Jesus Christ. And welcomes you in the mighty name of Jesus. And welcomes you in the mighty name of Jesus. And welcomes you in the mighty name of Jesus. And welcomes you in the name of Jesus Christ. He welcomes you in the eternal name of Jesus. He welcomes you in the eternal name of Jesus. He welcomes you in the eternal name of Jesus. He welcomes you in the name of Jesus Christ. We welcome you, beloved guest. We welcome you in the name of Jesus Christ. We welcome you, beloved guest. We welcome you in the name of Jesus Christ. We welcome you, beloved guest. We welcome
ദൈവത്തിന്റെ അതിവിശുദ്ധ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൽ എന്റെ സ്നേഹവന്ദനം. സമയക്കുറവ് മൂലം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. നമ്മുടെ സഭയുടെ എല്ലാ കാര്യങ്ങളിലും ചിട്ടയായി കൊണ്ടുപോകുവാൻ കൈത്താങ്ങൽ തന്ന നമ്മുടെ ദൈവദാസന് ഇന്നത്തെ വാർഷിക യോഗത്തിന്റെ ചെയർമാനായിരിക്കുന്ന ഗൂഗിൾ പാസ്റ്ററിന് ആദ്യമായി ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും വളരെ തീക്ഷ്ണതയോടെ നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ദൈവദാസന് അത് ഇടയ്ക്ക് പറയേണ്ടതായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അത് ദൈവദാസനെ പ്രത്യേകം സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ സഭയുടെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ഷാജി ബ്രദറിന് രാവിലെ തന്നെ അതിരാവിലെ കടന്നു വന്ന ഈ സഭയുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ആരംഭം വരെ അവസാനം വരെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന സെക്രട്ടറി ഷാജി ബ്രദറിന് പ്രത്യേകം സ്വാഗതം അർപ്പിക്കുന്നു. പിന്നീട് നമ്മുടെ സഭയുടെ YP സെക്രട്ടറിക്കാണ് നാദാനെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നുണ്ട്. നാദാനെ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. വീണ്ടും നമ്മുടെ സന്ദർഭ ഹെഡ് മാസ്റ്റർ ഈ വാർദ്ധക്യ കാലത്തും വളരെ കൃഷ്ണയോടെ നേരത്തെ വന്ന് കുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പേ വന്ന് ഈ സൺഡേ സ്കൂളിലെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന തുജാനും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ടീച്ചേഴ്സിനാണ് നമ്മുടെ സുജിത് ടീച്ചറിനും ലിനിയ ടീച്ചറിനും പ്രത്യേകം സ്വാഗതം അർപ്പിക്കുന്നു. കാര്യം കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ മകനം പഠിപ്പിച്ച് രണ്ടുപേർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ YP സെക്രട്ടറി LMN സെക്രട്ടറി വിഷയാജി ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചിട്ടയോടെ നടത്തുന്നുണ്ട്. അതെല്ലാം വളരെ ആധികാരികമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയാന്റിക്ക് പ്രത്യേകം പിന്നെ ഇവിടെ കൂടി വന്നിരിക്കുന്ന മോഹൻചമ്പാസനും സഭയുടെ എല്ലാ വിടവുകളും നികത്തി നടത്തുന്ന മോഹൻചമ്പാസന് പ്രത്യേകം സ്വാഗതം അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ കർത്തനാമത്തിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. You step down into darkness, open my eyes, let me see beauty that made this earth adore you. Hope of a life spent with you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. I never know how much it costs to see my saint upon that cross. I never know how much it costs to see my face upon that cross. Here I am to worship, here I am to go down, here I am to say that you're my God. Thank you. മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചർച്ചപ്പൂർ അഗ്നേസർ ചങ്ങയുടെ വാർഷിക റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ സാരിയിൽ വന്നപ്പോഴാണ് ഓർത്തത് സഭ തുടങ്ങിയിട്ട് സ്ഥാപിതമായിട്ട് 17 വർഷമായി. 17 വർഷത്തിൽ ഞങ്ങളൊരു 10 വർഷത്തോളമായി ഞങ്ങൾ ഈ സഭയിൽ കടന്നു വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ സഭയുടെ ഒരു വാർഷികം നടന്നായിട്ട് ഞങ്ങൾ ഓർക്കുന്നില്ല. എൻ്റെ ഓർമ്മയിലില്ല. സൺഡേ സ്കൂളിൻ്റെ വാർഷികവും
വൈദ്യുത വാർഷികത്തിൽ നടത്തി അവരുടെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അത് പ്രത്യേക നോബൽ പാസിനാണ് അതിനുള്ള നന്ദി പറയുന്നു. കാരണം നോബൽ പാസ് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ആശയങ്ങൾ പറഞ്ഞിരുന്നു. മറ്റുള്ള ദേവാസന്മാരൊന്നും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർഷികത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനെ നോബൽ പാസ് അങ്ങനെ ഒരു ആശയം വെച്ചു. അത് സഭ പൊതുയോഗത്തിൽ അത് അവതരിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് അത് പാസ്സാക്കി ദൈവം അനുമതി കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത് നടത്താൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ഇനി എന്നെ ദൈവകൃപയാൽ നമ്മുടെ സഭ ആത്മീയമായി സന്തോഷത്തോടെ പോകുന്നു. മറ്റുള്ള സഭകളെ വെച്ച് പറയുമ്പോൾ നമ്മുടെ സഭയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ സഭയ്ക്ക് കമ്മിറ്റി ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ള സഭകളിലൊക്കെ കമ്മിറ്റി വെച്ചിട്ട് ഉദ്യോഗം കൂടുമ്പോൾ പ്രശ്നം വഴക്കും പാസ്റ്റർ കരഞ്ഞുകൊണ്ടും വിശ്വാസികളെ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സഭയിൽ അങ്ങനെയില്ല. പാസ്റ്റർ നേതൃത്വത്തിൽ ഉദ്യോഗം വിളിച്ചു കൂട്ടുന്നു. ദൈവമക്കളും എല്ലാവരും സഹോദരന്മാർ എല്ലാവരും ചേർന്ന് അത് പങ്കെടുക്കുന്നു. എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ആത്മീയമായി സഭ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം. 2024-25 അധ്യയന വർഷത്തിലെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ അധ്യയന വർഷത്തിൽ ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 2 കുട്ടികൾ, 1ാം ക്ലാസ്സിൽ 2 കുട്ടികൾ, അധ്യാപകരായ സിസ്റ്റർ സുജാ സിസ്റ്റർ, വലിയ സിസ്റ്റർ ഇവരുടെ നേതൃത്വത്തിൽ സൺഡേ സ്കൂളിൻ്റെ സൺഡേ സ്കൂൾ അനുഗ്രഹമായി നടന്നത് 2 സെമിസ്റ്റർ ആയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതിൻ്റെ എക്സാം നടക്കുകയും കുഞ്ഞുങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ പ്രകടമാക്കുവാൻ കഴിയും. എബനേസർ ചർച്ച് ഓഫ് ഗോഡ് തെങ്ങണ സഭയിലെ ബഹുമാനപ്പെട്ട പാസ്റ്റർ, എല്ലാ സഭയാംഗ കുടുംബങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എബനേസർ ചർച്ച് ഓഫ് ഗോഡ് തെങ്ങണ സഭ 2024-25 ലേഡീസ് മീറ്റിംഗിന്റെ വാർഷിക റിപ്പോർട്ട്. ഫിലിപ്പിയർ 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. കുർബയാൽ തെങ്ങണ ചർച്ചിന്റെ ലേഡീസ് മീറ്റിംഗ് ബഹുമാനപ്പെട്ട പാസ്റ്റർ നോബിൾ ജേക്കബിന്റെ നേതൃത്വത്തിൽ അനുഗ്രഹമായി നടക്കുന്നു. ഏപ്രിൽ 2-ാം തീയതി 2024 മുതൽ മാസത്തിൽ മാറി എല്ലാ സഭകളിലും എല്ലാ ഭവനങ്ങളിലും കേന്ദ്രീകരിച്ച് സഹോദരന്മാർ കൂടി വന്ന് പ്രാർത്ഥനയായി നടന്നു. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചാൽ യേശുക്രിസ്തുവിന്റെ നാമവും അതിനെ ദഹിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ നമ്മുടെ വൈദ്യുത പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹപ്പെട്ട രീതിയിൽ കഴിഞ്ഞ വർഷം മുമ്പോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയും കഴിഞ്ഞ കാലങ്ങളിലെ സഹകരണവും വൈദ്യുതിയുടെ പ്രവർത്തനങ്ങൾ ഒരു മുതൽക്കൂട്ടായിരുന്നു. ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിലും അതിനെയൊക്കെയും ദൈവത്തിൻ്റെ കരം കൂടിയിരുന്ന് വളരെ അതിശയകരമായി നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് സഹായിച്ചു. നമ്മുടെ സഭയുടെയും എല്ലാവരുടെ വൈദ്യുതിയുടെ സൺഡേ സ്കൂളിൻ്റെ ഒക്കെ വാർഷിക റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുവാൻ കഴിയുന്നുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കിയാൽ എല്ലാ മേഖലകളിലും അല്പം നീക്കിമാറ്റി നമുക്കുണ്ട്. അതിൽ അനുഗ്രഹം തന്നെയാണ് ദൈവമായി വിശ്വസിക്കുക. ഇങ്ങനൊരു വാർഷികം നമുക്ക് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്വാഗതം ചെയ്യും. വാർഷികത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും സഭയെയും സഭയുടെ പ്രവർത്തനങ്ങളെയും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ് വാർഷികം എന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കഴിയും. 127-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നത്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ ആൾക്കാരൻ വൃഥ ജാഗരിക്കും. നമുക്കിത് പറയാനുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും
ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കയ്യൊപ്പ് നമ്മുടെ ഓരോ മേഖലകളിലും ഉണ്ടായി എന്നുള്ളതിന് തെളിവാണ് ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഓരോരുത്തരും ദൈവസന്നിധിയിലിരിക്കുന്നത്. സഭയെ ദൈവം നടത്തിയ ദൈവത്തിന്റെ വിധങ്ങളെ നാം വർണ്ണിക്കുവാൻ വേണ്ടി ഒന്നുങ്ങളെ ചേർത്ത് പറഞ്ഞാൽ യഹോവയുടെ വിശ്വസ്തതയെ കുറിച്ച് നമുക്ക് പറയുവാനുള്ള ഒരു പ്രത്യേക സമയമാണ് ദൈവസഭയുടെ വാർഷികം എന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗോഡ്സ് ഫിംഗർ പ്രിന്റ്, ദൈവത്തിന്റെ കയ്യൊപ്പ, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഉണ്ടായി എന്നുള്ളത്. ആ വിശ്വസത്തെ ഓർത്ത് ഈ സഭയുടെ ശുശ്രൂഷണ രീതിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു സഭാവർഷം തീർന്നു. 2024 മെയ് മാസം 1-ാമത്തെ ആഴ്ച തുടങ്ങിയ സഭാവർഷം നമ്മുടെ ദൈവസഭയുടെ ഈ പ്രാവശ്യത്തെ ക്രമീകരണത്തിന്റെ ഭാഗമായി 2025 മാർച്ച് മാസം അവസാനത്തെ ആഴ്ച തീരുമാനത്തിലേക്ക് ഒരു സഭാവർഷം നമ്മുടെ തീർന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവം നമുക്ക് കടക്കുന്ന ദൈവമാത്മ. ഈ കഴിഞ്ഞ വർഷം മുഴുവനും ദൈവസഭയെ കേടുകൂടാതെ പരിപാലിച്ചത് പാസ്റ്റർ എടുക്കല്ല, ഒരിക്കലും ചിന്തിക്കണം. ദൈവസഭയെ കേടുകൂടാതെ നിർത്തിയത് സെക്രട്ടറിമാരും എടുക്കല്ല, ദൈവസഭയെ കേടുകൂടാതെ നിർത്തിയത് ദൈവത്തിന്റെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ എന്തിനാ ദൈവസഭയുടെ വാർഷികം അറിയാം? ആ ദൈവത്തിന് നന്ദി അറിയിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ആ ദൈവസഭ ദൈവനാമത്തിൽ താല്പര്യപ്പെടുന്നു. ചെയർമാന്റെ അഡ്രസ് ഞാൻ ആദ്യം എടുത്തത്, അവസാനത്തേക്ക് പോകുന്ന മുമ്പ് ആദ്യം എടുത്തത്. അതിന് എടുക്കാനുള്ള കാരണം ഈ പറഞ്ഞതിന്റെ കൂടുതൽ ഞങ്ങൾ പറഞ്ഞു പോകാം എന്നുള്ളത്. നമ്മുടെ സഭ വളരെ ചെറിയ സഭയാണ്. ചെറിയ സഭ എന്ന് പറയാൻ കാരണം 1-2 കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പരിമിതി. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഹോളില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ള സ്ഥലപരിമിതി വളരെ കുറവാണ്. അത് ഒന്നാമത്തെ ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ എണ്ണം ഉണ്ട് എങ്കിൽ പോലും പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം അങ്ങനെ പറയത്തുള്ളൂ. നമുക്ക് ഞങ്ങളെ എന്നോട് ദൈവാസം പറഞ്ഞു 20 പേരുള്ള സഭയാണെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്, 50 പേരുണ്ട് അതിനേക്കാൾ ആക്റ്റീവാണ്, 100 പേരുണ്ടെങ്കിൽ അതിനേക്കാൾ ആക്റ്റീവാണ്. നമുക്ക് ദൈവം സഹായിച്ച് എല്ലാവരുടെ കൂടെ 19 പേര്. അപ്പം ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ പോലും എല്ലാ വിഷയത്തിലും പങ്കെടുക്കുന്ന ആൾക്കാർ പരിമിതമാണ്. എങ്കിലും ഈ പരിമിതിയുടെ നടുവിലും ഇങ്ങനൊരു വാർഷികം നടത്താൻ കർത്താവ് കൃപ കാണിച്ചതിന്റെ ഓർമ്മ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, പരിമിതി കുറവാണെങ്കിലും ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവസഭയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് തെങ്ങളുടെ സഭയെ പറ്റി ചിന്തിക്കുന്നത് മറ്റു സഭകളിൽ ഒന്നിനകത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും ദൈവസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പണ്ട് ദൈവസഭകളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ദൈവവചനം പഠനം എന്ന് പറയാം. ഇന്ന് ദൈവസഭകളിൽ ഇല്ല. പക്ഷെ തെങ്ങളുടെ സഭയെ അനുഗ്രഹിച്ച് ദൈവം സഹായിച്ച ഒരു കാര്യം ദൈവസഭയ്ക്ക് തന്നുണ്ട്. ദൈവവചനം പഠിക്കാൻ ഒരു അവസരം ചെയ്യുന്നു. അത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, നമുക്ക് ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, വൈദ്യം ഉണ്ട്. നമ്മുടെ പ്രോഗ്രാം ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യം പോലും എന്ത് ചെയ്തിട്ടില്ല, മുടങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മാസം പോലും വൈദ്യം നടന്നായിരുന്നില്ല, ഒരു മാസം പോലും ഒരു പ്രോഗ്രാം നടക്കാതിരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ദൈവത്തിന്റെ കൃപയാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. അതിന് ദൈവമക്കളുടെ എന്ന സഹകരണം വളരെയധികം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പറഞ്ഞു വന്നത്, പരിമിതികൾ വളരെ ഉണ്ടെങ്കിൽ പോലും ആ പരിമിതികൾക്കകത്ത് നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ദൈവം എന്ത് ചെയ്യുന്നതാണ്, കൃപ നൽകി എന്നുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു വാർഷികം നമ്മുടെ പൊതുസഭായോഗത്തിൽ തീരുമാനിച്ചത് 27-ാം തീയതി നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഈ ആഴ്ചകളിൽ യാത്ര ചെയ്തത് കൊണ്ട് നമ്മുടെ വേഗത്തിൽ ഞാൻ എല്ലാവരെയും വിളിച്ചു, ഒരാളെ പോലും ഞാൻ വിളിച്ചില്ല, സകലരെയും വിളിച്ച്. കാരണം പൊതുസഭയെ കൂടി തീരുമാനമായതുകൊണ്ട്, അതെല്ലാവരുടെ പെർമിഷൻ ആവശ്യമായതുകൊണ്ട്. ഇനിയും നമുക്ക് പറയാനൊരു കാര്യം, ഇവിടെ കുഴപ്പമില്ലെന്ന് പറയുമെങ്കിൽ പോലും, പക്ഷെ അതൊരു ഡിസിപ്ലിന്റെ ഭാഗം. പൊതുസഭയെ നമ്മളൊരു കൂടി തീരുമാനമെടുത്താൽ എല്ലാവരും എത്തിയിരിക്കണം, അതറിഞ്ഞിരിക്കണം. അതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. നമുക്കറിയാം, നമുക്ക് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും
അത് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഡിസിപ്ലിൻ മാത്രം. ഇങ്ങനെ ഇന്നത്തെ ദിവസത്തേനാക്കുവാനറിയാതെ നമ്മുടെ ക്രിസ്ത്യൻ നാളെ പോകുന്നു. മുകേഷ് ബ്രദർ ആദ്യം പറഞ്ഞത് ഈ അടുത്തായിട്ട് പോകുന്നതാണ്, പക്ഷെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വിൽക്കുന്നതുകൊണ്ട് പിന്നെ മുകേഷ് ബ്രദർ ഇന്നായതുകൊണ്ട് രഞ്ജു ബ്രദറിന് കടന്നു വരാൻ സഹായിച്ചു, വിനോദ് ബ്രദറിന് കടന്നു വരാൻ സഹായിച്ചു, കുഞ്ഞുങ്ങൾക്ക് കടന്നു വരാൻ സഹായിച്ചു, എല്ലാവർക്കും കടന്നു വരാൻ സഹായിച്ചു. ഇന്ന് ഈ പ്രോഗ്രാം ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ വേഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് അതിന് ഒരാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത് ക്രിസ്ത്യനാണ്. ഒരുമിച്ച് ചേർന്ന ക്രിസ്ത്യൻ കരക്കുകയാണ്. കാരണം ഞാൻ ഈ ആഴ്ചകളൊക്കെ നല്ല തിരക്കിലായിരുന്നു. അപ്പൊ ഞാൻ ക്രിസ്ത്യനോട് പറഞ്ഞ് പ്രോഗ്രാം കളക്ട് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു. ഗിഫ്റ്റ് മേടിക്കാൻ പോലും ഞാൻ സമയം കിട്ടിയിരുന്നു. പോകും ക്രിസ്ത്യൻ കാര്യങ്ങൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ വേഗത്തിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ഇടയാക്കുന്നു. ഇത് മകനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയുടെ പ്രോഗ്രാമുകളിൽ ഷായിഖാൻ പ്രത്യേകിച്ച് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്, ജയ്മോൻഖാൻ ട്രഷറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഇവരുടെ സഹകരണം കഴിഞ്ഞ ഒരു വർഷം എനിക്ക് അനുഗ്രഹമായിരുന്നു. അവർ എന്നോട് ചേർന്ന് നിന്ന് എന്റെ ആശയങ്ങൾക്കും ദൈവം നൽകിയ വീക്ഷണത്തിനും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ എടുത്ത ഒരു കാര്യം പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് സഭയുടെ ലൈവ് പോകുന്നില്ലാത്തതുകൊണ്ട് വളരെ വ്യക്തമായി എനിക്ക് പറയാനായിട്ട് കഴിയും. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പലത് കട്ട് ചെയ്തൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. എങ്കിലും പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാലകാലങ്ങളിൽ ദൈവസഭയെ നയിക്കുന്ന ദൈവദാസന്മാർക്ക് അവരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു കോളിംഗ് ഉണ്ട്, അവർക്ക് പുറകിൽ ഒരു കോളിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് അവരെ ദൈവം ഒരു സഭയിലേക്ക് നിയോഗിച്ചയക്കുമ്പോൾ അവർക്കൊരു ദൈവിക വീക്ഷണമാണ്. ആത്മീക കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ആത്മീയ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത് എന്നുള്ളത് ദൈവം അവർക്ക് ഒരു വീക്ഷണം, ഒരു ദൈവം നൽകുന്ന ഒരു നിയോഗമുണ്ട്. അതിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് ദൈവമക്കളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു സഭയുടെ മെമ്പറാണ്. എനിക്കറിയാമെന്ന് പറഞ്ഞ് ഞാൻ ആ സഭയിൽ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ദൈവദാസനെ ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ എന്ത് ചെയ്യാന്നുള്ളത് നിൽക്കുക എന്നുള്ളത്. അവിടാണ് ദൈവത്തിന്റെ എന്ത് ചെയ്യുന്നത്. അടുത്തൊരു മാസ്റ്റർ വരുമ്പോൾ നിശ്ചയമായി അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിയോഗത്തിനായിരിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ പറയും ആ പുള്ളിയെക്കാട്ട് നന്നായി ഈ പുള്ളി എന്ത് ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ട്. ചിലവും പറയും അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ പഴയ മാസ്റ്റർ, ഇങ്ങനെ അല്ലായിരുന്നു എന്ത് ചെയ്യാറുണ്ട്. നമ്മൾ ഇതിനകത്തൊന്നും കംപ്ലൈന്റ് അല്ല നമ്മൾ പറയേണ്ടത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാലാകാലങ്ങളിൽ ദൈവദാസന്മാരെ ദൈവം അയക്കുമ്പോൾ അവർക്ക് ദൈവം എന്ത് നൽകിയിട്ടുണ്ട്, ഒരു നിയോഗം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ രീതി പലതാണ്, പക്ഷെ ആത്മാവ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവദാസനെ ദൈവം വിടുമ്പോൾ അദ്ദേഹത്തിന് ദൈവം ഒരു വീക്ഷണം നൽകിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ദൈവം ഒരു കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പല രീതിയിൽ നൽകുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പ്രത്യേകിച്ച് പ്രബോധിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 20 ഒരു സഭയിലേക്ക് 20 ദൈവസഭയെ ഞാൻ ശുശ്രൂഷിക്കുന്നപ്പോൾ എനിക്ക് അന്ന് കിട്ടിയൊരു നിയോഗമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യാൻ പ്രബോധിക്കണം. ഞാൻ അന്നത്തെ സദൃശ്യവാക്യം, ആ ഡേറ്റിന്റെ സദൃശ്യവാക്യം എടുത്ത് ഞാൻ പ്രബോധിപ്പിക്കും. വേറെ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല. അന്ന് എന്നോട് അവിടെ എന്തായാലും പറഞ്ഞത്, അവർ പറഞ്ഞ് ഗൾഫിലൊക്കെ ആയിരുന്നു. ഗൾഫിലും ദൈവദാസൻ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിച്ച ഒരു കാര്യം, എന്റെ മനസ്സിൽ അന്ന് കിട്ടിയ ഒരു കാര്യം ഞാനങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ പോലീസ് സമയത്ത്, സെന്റ് ഓഫിന്റെ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അവിടെ അത് ചെയ്യണമെന്നുള്ള ദൈവത്തിന്റെ, ഇവിടെ ചെയ്യണമെന്നുള്ള ദൈവത്തിന്റെ നിയോഗം ഇതാണ് പറഞ്ഞതാണ്. ഓരോ ദൈവദാസന്മാരെ ദൈവം അയക്കുമ്പോൾ ഓരോ നിയോഗം ദൈവം ചെയ്യും. അതിന് കീഴ്പ്പെടുക. അത് ഈ ദിവസങ്ങളിൽ വരെ, ഈ നിമിഷം വരെ സെക്രട്ടറി ആകട്ടെ, ട്രഷറാകട്ടെ, ദൈവമക്കളാകട്ടെ, അങ്ങനെയായിരുന്നു. ഞാൻ ഉള്ളിടത്തോളം കാലം അങ്ങനെ ആയിരിക്കണമേ എന്നൊരു അപേക്ഷകളെ വികസനം തരുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് അവരുടെ സേവനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ വരുന്ന മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ക്രമീകരിക്കുക. ഒരു ദൈവദാസൻ നിലയിൽ ഞാൻ വന്ന് ശുശ്രൂഷിക്കാൻ മതിയായിരുന്നു. തുറന്നിട്ട് ക്ലിയർ ചെയ്യും. സകല കാര്യങ്ങളും ഷാജാനും കുടുംബവും നേരത്തെ വന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാറുണ്ട്. ദേവോച്ചാൻ കൂടെ നിൽക്കുക, ഇവരെല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ആ റെസ്പോൺസിബിലിറ്റി അവർ നിന്ന് എന്നുള്ളത് ഈ സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് നമുക്ക് അതാണ് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ദൈവമക്കൾ എല്ലാവരും, ഒരാൾ പോലും ഇന്ന് പോലും ഈ ഒരു വർഷത്തിനിടയിൽ ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് അനുഭവിച്ചിട്ടില്ല. ഞാനും അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എല്ലാ രീതിയിലും തങ്ങളുടെ ദൈവസഭ വലിയ അനുഗ്രഹം നൽകിയിരുന്നു. ആ അനുഗ്രഹത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ് ഏതെന്ന് പറയുന്നത്. സഭയുടെ
വാർഷികം. ഇപ്പൊ മനസ്സിലായ സഭയുടെ വാർഷികം എന്താണ്? ഒറ്റ കാര്യത്തിന് വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റിയ അതോടൊപ്പം തന്നെ വൈകി. ഞാൻ വന്നതിന് ശേഷം നാഥനായിരുന്നു. അന്ന് മുതലേ നാഥൻ ആദ്യം ജോയിൻ ചെയ്തു. ഞാൻ പല കാര്യം കറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നാഥൻ വളരെ ഹൃദയപരമായി എടുക്കുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. ഇന്ന് വരെ വൈഫിയുടെ മീറ്റിംഗ് വളരെ നന്നായി പോകുന്നു. ഇനിയും വൈഫിയുടെ പ്രോഗ്രാം വളരെ നന്നായി ചെയ്യാൻ പ്രാർത്ഥിക്കുക. സൺഡേ സ്കൂളിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം ചെന്ന ഹെഡ് മാസ്റ്റർ ആണ്. പക്ഷെ ഈ പ്രായം ചെന്നാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും സൺഡേ സ്കൂളിൽ എനിക്ക് കുഞ്ഞുങ്ങളെത്തുന്ന വാദികൾ എത്തുന്നതാണ് ചിന്ത. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. എത്ര പറയാം. ദൈവം കൊടുക്കുന്ന ആയുസ് ആരോഗ്യത്തോടെ ജനത്തോടെ ദൈവം നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ പ്രായത്തിൽ അവർ എടുക്കുന്ന ആ പ്രയത്നത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടങ്ങുന്ന ചെറിയ പ്രവർത്തികളുടെ ദൈവം ഒരിക്കലും എത്തിയാൽ അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അനീഷ ഇവിടെ ഇല്ല. എങ്കിലും അനീഷ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾ വന്ന സമയങ്ങളിൽ അനീഷയായിരുന്നു കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വിവാഹത്തോടനുബന്ധിച്ച് അനീഷ പോയതിനു ശേഷമാണ് മീഡിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്തത്. ടീച്ചേഴ്സായി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീയാന്റിക്കും മീഡിയയ്ക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രതിഫലമില്ലാത്ത രണ്ട് ജോലികൾ പ്രതിഫലമില്ലാത്തത്. ഒന്ന് സൺഡേ സ്കൂളിന്റെ, രണ്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഒന്നിനും നിങ്ങൾക്ക് ആരും തന്നിട്ടുണ്ട്. രാവിലെ കഞ്ഞി കറി വെക്കുന്നതിന് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ സന്നിധി പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടണ്ട. ഞങ്ങൾ നിങ്ങൾക്കായി ചെറിയ ഗിഫ്റ്റൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ പ്രതിഫലം ഇവിടെ അല്ല, അവിടെ ചെല്ലുന്ന കർത്താവ് തരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ പറയാറുണ്ട്, ഏറ്റവും വലിയ ഉത്തരവാദിത്വം പാസ്റ്ററേക്കാട്ട് നൽകി സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. നിങ്ങൾ എല്ലാവരും കേൾക്കണേ. ഒരു പാസ്റ്ററേക്കാട്ടിൽ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ സൺഡേ സ്കൂളിന്റെ. കാരണം ഈ കുഞ്ഞുങ്ങളാണ് നാളത്തെ എന്തെന്ന് പറയുന്നത്. അപ്പൊ ഇവരെ നന്നായി ഒന്ന് പരിപാലിക്കാൻ ദൈവം ആരെ ഏൽപ്പിച്ചിരിക്കും? സൺഡേ സ്കൂള്. നമ്മുടെ സൺഡേ സ്കൂളിന്റെ കേരള സ്റ്റേറ്റ് പല പരിപാടി ചെയ്യുന്നു. ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് ചെയ്യുന്ന പല നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു പല ട്രെയിനിങ്. ഈ ട്രെയിനിങ് നടത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ടീച്ചേഴ്സ് പലപ്പോഴും ഇതൊന്നും പഠിക്കാതെ വന്നിട്ട് പുസ്തകം വായിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? അപ്പൊ പിള്ളേർക്കും എന്ത് പഠിപ്പിക്കുന്നത്? അപ്പൊ ഈ ടീച്ചേഴ്സ് ഒന്ന് എത്തിപ്പായെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന സേവനങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് 100 പ്രതിഫലം നൽകട്ടെ. ഞങ്ങളുടെ പ്രതിഫലങ്ങളൊന്നുമില്ല. ഞങ്ങള് ഒരു അപ്രീസിയേഷൻ മാത്രമേ തരുന്നുള്ളൂ. പക്ഷെ ദൈവം എന്ത് ചെയ്യും? സന്തോഷമുണ്ടോ? സഹായിക്കട്ടെ. ലേഡീസിന്റെ മീറ്റിംഗിൽ ഞാൻ സത്യം പറഞ്ഞ ഇന്ന് വരെ ലേഡീസിന്റെ മീറ്റിംഗ് പങ്കെടുത്തിട്ടില്ല. സാധാരണ ദേവാസന്മാർ അങ്ങനെ ലേഡീസിന്റെ മീറ്റിംഗ് വരാറില്ല. പക്ഷെ നന്നായി നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വീടുകളിലും നമ്മുടെ സഭകളിലും ഒക്കെ ലേഡീസിന്റെ മീറ്റിംഗ് വളരെ നന്നായി നടക്കുന്നു. വിഷയാന്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു, സാലിയാന്റെ ട്രഷറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. സഹോദരിമാരെല്ലാവരും പങ്കെടുക്കുന്നു. നിങ്ങൾക്കറിയാമോ, കർത്താവിന്റെ ശുശ്രൂഷയിൽ ശിഷ്യന്മാരെക്കാൾ ഇതിൽ കൂടുതൽ കർത്താവിനെ സഹായിച്ച ആരെന്നറിയാമോ? സഹോദരിമാരാ. അവര് മുൻപന്തിയിലൊന്നും വന്നൊന്നുമില്ലെങ്കിൽ പോലും അവരുടെ കായിക ബലം കൊണ്ടും അവർക്ക് കിട്ടിയ നന്മ കൊണ്ടും ഒക്കെ ആരെ സഹായിച്ചു? അപ്പൊ ദൈവമക്കൾ സഹോദരിമാരെ മറക്കരുത്. ഒരു സഭയുടെ പുറകിലുള്ള ഏറ്റവും വലിയ പ്രയത്നത്തിന്റെ ഫലവും നിങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ലേഡീസിന്റെ അത് എത്ര സ്ട്രോങ് ആണ് അത്രയും സ്ട്രോങ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് സഭ എന്ത് ചെയ്യും? വൈകി അതുപോലെ സൺഡേ സ്കൂൾ അതുപോലെ. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് താരതകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി നമ്മുടെ മാത്രമല്ല, സെൻട്രലിന്റെയും ഓർഗനൈസറാണ്. കർത്താവിന്റെ ദാസിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മോനച്ച പാസ്റ്റർ ഇവിടെ ഉണ്ട്. കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതൊക്കെ പറയുന്ന സഭയുടെ വാർഷികമായിരുന്നു കേട്ടോ, അല്ല സെന്റർ പറയുന്നതല്ല, സഭയുടെ വാർഷികമായിരുന്നു ഞാനിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഈ പല സഭകളിലും
അവിടുത്തെ പാസ്റ്റർമാർ ഭയങ്കര തലവേദന, വരുന്ന പാസ്റ്റർമാർ ഭയങ്കര തലവേദന. പക്ഷെ കർത്താവിന്റെ ദാസനെ കൊണ്ട് എനിക്ക് ഒരു അതൊരു ദൈവത്തിന്റെ കൃപയാണ്. അതൊരു ദൈവത്തിന്റെ എന്താ വിശ്വസിക്കുക, അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. കർത്താവിന്റെ ദാസനെ നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നോട് ചേർന്ന് നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ഇന്നലെ പോയെടുത്ത് ഈ ബൈബിൾ കോളേജിൽ ഒരു ആഹ്വാനം പ്രസംഗിക്കുന്നതിന് മുമ്പ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സഭയുടെ വളർച്ച എന്താണെന്ന് അറിയാം. ആ സഭയിൽ എത്ര മിഷണന്മാരുണ്ടോ? ഒരു സഭയുടെ വളർച്ച ആ സഭയിൽ നമുക്ക് എത്ര പേരുണ്ടെന്ന് അറിയാമോ? നമുക്ക് ഇവിടെ മോഹൻ മാസ്റ്റർ ഉണ്ട്, ജോൺ മാസ്റ്റർ ഉണ്ട്, ദാസ് മാസ്റ്റർ ഉണ്ട്, അനൂപ് മാസ്റ്റർ ഉണ്ട്. എത്ര പേരുണ്ട്? 4 പേര്. ഇവിടെ കൊണ്ട് അവസാനിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെ എഴുന്നേൽക്കും. അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ നേതൃത്വം കഴിയും. നിങ്ങളുടെ പേഴ്സണൽ പ്രയം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭയിൽ നമുക്ക് പറയണം, അനേക സ്ഥലങ്ങളിൽ ദൈവമക്കൾ ദൈവാസന്മാർ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയണം. അതിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യങ്ങൾ പറയട്ടെ. സഭയുടെ വാർഷികം ദൈവം നടത്തി, ദൈവം എത്രത്തോളം നടത്തി, തുടർന്ന് നിങ്ങളുടെ സഹകരണത്തെ ഞാൻ പ്രതീക്ഷിക്കുക. ഒരു കാര്യം പറയാതിരുന്നാൽ നടക്കത്തില്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വലിയ കഴിവ് വിടുന്നുള്ളതൊന്നുമല്ല. എനിക്ക് ദൈവം തന്ന ഒറ്റ കൃപ, കർത്താവിന്റെ വചനത്തെ ഒന്ന് നന്നായി സംസാരിക്കാൻ ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വലിയ പ്രസംഗമൊന്നുമല്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളത്, അന്ത്യകാലത്ത് ദൈവവചനത്തെ കോട്ടിക്കളയാതെ പ്രസംഗിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയുന്നു. ഞാനിവിടെ നിൽക്കുന്നെങ്കിലും ഇതിന് പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നതൊക്കെ ലിഡിയുടെ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മറക്കാൻ കഴിയത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും ഓടാറുള്ളൂ. പക്ഷെ ആ ഓടുന്ന സമയങ്ങളൊക്കെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ ഒരു സപ്പോർട്ട്. ഞാൻ പലപ്പോഴും രാത്രികളൊക്കെ കയറി. ഇന്നലെ ഞാൻ വന്ന് പാതിരാത്രി കയറിയിരുന്നു. പക്ഷെ ആ സമയത്തും അത് അവളുടെ പ്രവർത്തനങ്ങൾ, അവളുടെ ആ സപ്പോർട്ട് വളരെയധികം ഭയങ്കരമാണ്. നിങ്ങൾ ചോദിച്ചാൽ ജിജു സിസ്റ്റർ ഇരിക്കുന്ന ജോമപ്പാസ് അങ്ങനെ നിൽക്കുന്നതിന്റെ പുറകിൽ ഒരു നെടുന്തൂണ് ജിജു സിസ്റ്ററാണ്. അനൂപാസ് അങ്ങനെ നിൽക്കുന്നതിന്റെ പുറകിൽ ഗ്ലോറി സിസ്റ്റർ. അത് പുറമേ നമുക്ക് കാണത്തില്ല. പക്ഷെ അവരെ പുറകിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് അവരുടെ കൃപ. നിങ്ങൾക്കറിയാൻ വേണ്ട, ഈ പലപ്പോഴും ദൈവസഭകളും ഈ പ്രാർത്ഥനകളൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടവണ്ണം കുടുംബത്തോട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. ഇതൊക്കെ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവരിലുള്ള ദൈവത്തിന്റെ കൃപമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാസ്റ്റർക്ക് നമുക്ക് എപ്പോഴും നമുക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ പോലും പാസ്റ്റർമാർക്ക് നിങ്ങൾ അതുപോലെ സ്ഥാനം കൊടുക്കണമെന്ന് പറയാൻ കാരണം, ഇവരിൽ മുൻപിൽ നിൽക്കുമ്പോൾ പുറകിൽ നിൽക്കുന്നത് അവരുടെ ഒരു പ്രയത്നമാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ. അത് എന്റെ മാതാവിന് എനിക്കറിയാം, നബിയുടെ മാതാവിന് എനിക്കറിയാം, ദേവയുടെ മോനജൻ പാസ്റ്റർ ഇരിക്കുന്നു, അമ്മാവി വിളിക്കുന്നു, ഇവരൊക്കെ വിളിക്കുന്നു. ഞാൻ ഇത്രയും പറയാൻ കാരണം നമുക്ക് കുറച്ചും കൂടെ അടുത്തറിയാൻ കഴിയുമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരിൽ ഒരാള് പോയാൽ ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആ കുടുംബമായിട്ട് നിൽക്കുമ്പോഴാണ് ശുശ്രൂഷ എന്ത് ചെയ്യുന്നത്. കുടുംബത്തിന് അതിൽ അസ്വസ്ഥത ഉണ്ടായാൽ ശുശ്രൂഷ എന്ത് ചെയ്യും. അതുകൊണ്ട് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവദാസന്മാർ കുടുംബത്തെ ഓർത്ത് ചെയ്യണം. അവരെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആ ഒരു കാര്യം കൂടെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരു സെന്റിമെന്റിലേക്ക് കൊണ്ടുവരാനല്ല. സഭയൊക്കെ അനുഗ്രഹമായി പോകുന്നത് ദൈവദാസന്മാരുടെ ദൈവമക്കളുടെയും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ് ഒരു എളിയ ദൈവദാസൻ നിലയിൽ ദൈവസഭ, ഞങ്ങളുടെ ദൈവസഭയെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് അടുത്തൊരു വർഷം നൽകുന്നത് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞൊരു വർഷത്തെ കൊണ്ടല്ല, അതിനും കർത്താവിനോട് എന്തെങ്കിലും വേറെ ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യണം. Galatia, Ephesians, Philippians, Colossians, Ephesians, Timothy, Titus, Philemon, Hebrews, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation, Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Job, Psalms, Psalms, Ezekiel, Samuel, Chronicles, Chronicles, Ezra, Nehemiah, Esther, Job, Psalm, Proverbs, Ecclesiastes, Songs, Isaiah, Jeremiah, Lamentation, Ezekiel, Daniel, Hosea, Joel, Nahum, Obadiah, Jonah, Micah, Nabi, Habakkuk, Zechariah, Haggai, Zechariah, Malachi.
അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുമ്പേ ഓർത്തിടുക, ഇനിയൊരു ജീവിതം കൂടിയില്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുമ്പേ ഓർത്തിടുക, ഇനിയൊരു ജീവിതം കൂടിയില്ല. ജീവിതം ഒന്നേയുള്ളൂ. വാർത്തകൾ കണ്ടുരസിച്ചു, കോമഡി കണ്ടുചിരിച്ചു, സീരിയൽ കണ്ടുകരഞ്ഞു, റിമോട്ടു ഞെക്കി ഞെക്കി, ചാനലുകൾ മാറ്റി മാറ്റി, ബോറടി നീക്കി നീക്കി, അവസര കുത്തിയിരുന്ന സമയത്തിൻ വിലയറിയാതെ ജീവിതം പാഴാക്കുന്ന ഓരോരോ വ്യക്തികളും വ്യക്തമായി ചിന്തിച്ചിരുന്നു. സൂചി സരാതിരുന്നാതെ ചലിക്കുന്നു. ഫേസ്ബുക്കും ട്വിറ്ററിന്റെ ഒട്ടും കയറിയിറങ്ങി, അന്യന്റെ മോളിൽ നോക്കി ദോഷിപ്പും തേടി നടന്നു. ചുമ്മാതെ കമലുകളിട്ടും വേണ്ടാത്തത് കയറും ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുന്നിൽ കുറേനേരം കുത്തിയിരുന്നു. ധാരാളം ചാറ്റും ചെയ്തു, ഫ്രണ്ട്സിനെ ആടും ചെയ്തു. എന്നിട്ടും ഒറ്റയ്ക്കുന്നു തോന്നലും മാറുന്നില്ല. ഇക്കാണും ചങ്ങാതികളിൽ മരണം വരെ കൂടെ കാണും. ജീവിതം ജിന്ദഗിയെ കേട്ടില്ലേ. ചോരത്തിളത്തി ലോകത്തിൻ മോഹം തേടി, ആരെയും കൂസിടാതെ സ്വന്തം കഴിവിൽ മുങ്ങി, ഗർഭോടെ തലയുയർത്തി നെഞ്ചും വീടിച്ചു നടന്നു. ആരെയും മതവയ്ക്കാതെ തന്നിട്ടം മാത്രം ചെയ്തു. ആത്മീയ സത്യം കേൾക്കാൻ ഇൻട്രസ്റ്റ് എന്ന് ഒഴിഞ്ഞു. ദൈവിക ഭക്തിയുമില്ല, ദൈവത്തെ പേടിയില്ല. ഇങ്ങനെ പോയാൽ പിന്നെ കഷ്ടം എന്നേ പറയാനുള്ളൂ. வாழ்க்கை ஒன்றே ஒன்று. യൗവനം പോയി മറഞ്ഞു, വാർദ്ധക്യം വന്നെത്തിയിടും. കണ്ണിന്റെ കാഴ്ച വന്നും കേൾവിക്കും തകരാറാകും. സുന്ദര രൂപം മാറും, ജനനകൾ ബാധിച്ചിടും. വെയിലുപോൽ കൂടി വളയും, ഓർമ്മകൾ നിശ്ചലമാകും. നാം കണ്ട കണ്ണുകളെല്ലാം അകന്നു തരിപ്പണമാകും. ആറടി മണ്ണി നമ്മുടെ തോട്ടം വന്നു. മരണം ഇങ്ങെത്തും മുന്നേ രക്ഷാമാർഗം നീ തേടിയും. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. എത്ര കഴിഞ്ഞു, ദിവസങ്ങൾ എത്ര ഒഴിഞ്ഞു. മരണത്തിൻ വായിൽ ചെയ്യാൻ ആയിരുന്നു നാം അതിവേഗം. ഇഹലോകവാസം വിട്ടാൽ എവിടെ നാം ചെന്നെത്തിയിടും. നിത്യമായി ജീവിച്ചിടാൻ അകലാരിൽ ആഗ്രഹമില്ലേ. മരണത്തെ ജയിച്ചവരേശു സ്വർഗത്തിൽ വാണിടുന്നു. നിന്നെയും ചേർത്തിടുവാൻ അതുപോലെ മാറിയിരിക്കും. സൗജന്യമായൊരത്ര ഇപ്പോൾ തന്നെ സ്വീകരിക്കും. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുമ്പേ ഓർത്തിടുക, ഇനിയൊരു ജീവിതം കൂടിയില്ല.
ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പായി അവതരിപ്പിക്കാൻ പോകുന്നത് ബൈബിളിലെ ശക്തിയായ ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ജീവിതമാണ്. ഞാനാണ് ലെവീദോന്റെ ഭാര്യയായ ഡെബോറ എന്ന പ്രവാചകി. എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബെഥേലിനും മധ്യയുള്ള ഈന്തപ്പനയുടെ കീഴിലാണ് ഞാൻ പാർക്കുന്നത്. ഈ ഈന്തപ്പന ഡെബോറയുടെ ഈന്തപ്പന എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയവരും വലിയവരുമായ ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിനും ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി എന്റെ അടുക്കൽ വരിക പതിവാണ്. ഒരു ദിവസം യഹോവയുടെ അരുളപ്പാട് എനിക്ക് ലഭിച്ചു. ഞാൻ അബീനോവാമിന്റെ മകനായ ബാലാക്കിനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാവീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെയും നിന്റെ അടുപ്പിൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന് ബാലാക്ക് മറുപടി പറഞ്ഞത്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകില്ല. അപ്പോൾ ഞാൻ അവനോട്, ഞാൻ നിന്നോട് കൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞാനും ബാലാക്കും കേദേശിലേക്ക് പോയി. അവിടെ നിന്നും ബാലാക്ക് സെബൂലൂനെയും നഫ്താലിയെയും വിളിച്ചുകൂട്ടി. 10,000 പുരുഷന്മാർ അവനെ അനുഗമിച്ചു. ഞാനും അവരോട് കൂടെ പോയി. ഈ അറിവ് സീസറയ്ക്ക് വിളിച്ചിട്ട് ബാലാക്കിനെ എതിരെ യുദ്ധത്തിനായി പുറപ്പെട്ടു. അപ്പോൾ ദൈവം എന്നിലൂടെ ബാലാക്കിനോട് അരുളി ചെയ്തു, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസറയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ താബോർ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി. യഹോവ സീസറയെയും അവരുടെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാലാക്കിന് മുമ്പിൽ വാളിന്റെ വായ്പലയായി തോൽപ്പിച്ചു. സീസറ കാൽനടയായി ഓടിച്ചുന്ന കൂടാരത്തിലെ ഗേബേലിന്റെ ഭാര്യയായ യായേലിന്റെ കൈയാൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ എന്നിനോട് സംസാരിച്ച ദൈവിക അരുളപ്പാട് നിവൃത്തിയായി. യുദ്ധത്തിന് ശേഷം ഞാനും ബാലാക്കും ദൈവത്തെ പാടി സ്തുതിച്ചു. നിന്റെ ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. പ്രിയമുള്ളവരെ, അചഞ്ചലമായ വിശ്വാസവും സമർപ്പണവും ദൈവം തന്നോട് അരുളി ചെയ്തത് ഓർക്കുവാൻ സർവശക്തൻ എന്നുള്ള ഉത്തമ ബോധ്യവുമാണ് ഒരു മഹാവിജയത്തിലേക്ക് ഡെബോറയെയും കൂടെയുള്ളവരെയും എത്തിപ്പാൻ ഇടയായിരിക്കുന്നത്. സദൃശവാക്യം 19:21 ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ വിഭക്തിയാകും. ഇത് നമുക്ക് ഏവർക്കും ഒരു മാതൃകയാകും. നമുക്കും കർത്താവിന്റെ വചനങ്ങളിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ശക്തമായി അനുദിനം മുന്നേറാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. The Bible says, Jeremiah 31:3, I have loved you with an everlasting love. That means God will never stop. Even when we feel sad or make mistakes, God still loves us. God loves us like sun, it even we cannot see. So remember, God is with you and He loves you. God bless you. Thank you. பார்க்கிறேன் கடந்து வந்த பாதைகளை தியானிக்கிறேன் உங்களை திரும்பி பார்க்கிறேன் துவங்கின காலங்களை புரிந்து கொள்கிறேன் உன்னை துவங்கினேன் ஒன்றுமில்லாமல் திருப்தியாய் என்னை நடத்தினீர். துவங்கினேன் ஒன்றுமில்லாமல் திருப்தியாய் என்னை நிறைத்தீர். நீ உண்மை உள்ளவர், நன்மை செய்பவர், கடைசி வரை கைவிடாமல் நடத்தி செல்பவர். நீர் உண்மை உள்ளவர், நன்மை செய்பவர், கடைசி வரை கைவிடாமல் நடத்தி செல்பவர். தரிசனம் ஒன்றுதான் அது சொந்தமே, கையில் ஒன்றுமில்லை அன்பு என்னிடமே. தரிசனம் ஒன்றுதான் அது சொந்தமே,
சொந்தமே. கையில் ஒன்றுமில்லை அன்று என்னிடமே. தரிசனம் தந்தவர் என்னை நடத்தினீர். தலை குனியாமல் என்னை உயர்த்தினீர். தரிசனம் தந்தவர் என்னை நடத்தினீர். தலை குனியாமல் என்னை உயர்த்தினீர். நீர் உண்மை உள்ளவர், நன்மை செய்பவர், கடைசி வரை என்னை கைவிடாமல் இருப்பவர். நீர் உண்மை உள்ளவர், நன்மை செய்பவர், கடைசி வரை கைவிடாமல் நடத்தி செல்பவர். ஏங்கி பார்த்த நன்மைகள் இன்று என்னிடமே. நிரம்பி வழியும் ஆசீர் எனக்கு தந்தீரே. ஏங்கி பார்த்த நன்மைகள் இன்று என்னிடமே. நிரம்பி வழியும் ஆசீர் எனக்கு தந்தீரே. குருவிலும் உண்மையாய் என்னை நடத்தினீர். உன் கிருபை அளவில்லாமல் பொழிந்திட்டீர். குருவிலும் உண்மையாய் என்னை நடத்தினீர். உன் கிருபை அளவில்லாமல் பொழிந்திட்டீர். நீர் உண்மை உள்ளவர், நன்மை செய்பவர், கடைசி வரை என்னை கைவிடாமல் இருப்பவர். நீர் உண்மை உள்ளவர், நன்மை செய்பவர், கடைசி வரை என்னை நடத்தி செல்பவர். நினைத்து பார்க்கிறேன் கடந்து வந்த பாதைகளை. தியானிக்கிறேன் உன் தயவை. திரும்பி பார்க்கிறேன் துவங்கின காலங்களை. புரிந்து கொள்கிறேன் உன் அன்பை. അധ്യക്ഷനും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ എന്നിലേക്ക് ക്ഷണിക്കുന്നു. ആത്മീയ ലോകത്തെ വാക്സിനും വൈറസും. കുഞ്ഞന്നാമ്മയും കുഞ്ഞാവരാച്ചനും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോഴാണ് വാക്സിനെയും വൈറസിനെയും പറ്റിയുള്ള ചിന്ത അമ്മാമ്മയുടെ മനസ്സിൽ കൂടെ കടന്നുപോയത്. ആത്മീയ ലോകത്ത് വാക്സിനും വൈറസും ഉണ്ടോ ഇല്ലയോ എന്ന ചിന്തയായിരുന്നു അമ്മാമ്മയുടെ മനസ്സിനെ അകറ്റിയിരുന്നത്. അമ്മാമ്മ അച്ചായനോട് ചോദിച്ചു, ആത്മീയ ലോകത്തെ വാക്സിനും വൈറസിനെ പറ്റി അച്ചായന് വല്ല പിടിയുമുണ്ടോ? അച്ചായൻ നിരുത്തി ചിന്തിച്ചു. അടുത്ത ആഴ്ചത്തെ അരമുറി പ്രബോധനത്തിന് ആക്കം കൂട്ടാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കി. ഒന്നും കിട്ടുന്നില്ല. അമ്മാമ്മ അച്ചായനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. മറുപടി ഒന്നും പറയാൻ പറ്റാത്ത അച്ചായൻ പണ്ട് എപ്പോഴോ വായിച്ച 4 വരി കവിത അമ്മാമ്മയെ പാടി കേൾപ്പിച്ചു. അമ്മാമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ തമാശയായി എടുത്ത അച്ചായനോട് അമ്മാമ്മ കൊമ്പ് കോർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വാക്ക് തർക്കമായി. വലിയ ബഹളത്തിന്റെ വക്കോളം എത്തി. അച്ചായൻ സന്ധ്യാപ്രാർത്ഥനയും അത്താഴവും ബഹിഷ്കരിച്ച് കിടന്നുറങ്ങാൻ പോയി. അമ്മാമ്മയുടെ മനസ്സിൽ ദേഷ്യവും വിഷമവും വന്നു. അമ്മാമ്മ ബൈബിൾ എടുത്ത് ഉച്ചത്തിൽ ഇങ്ങനെ വായിച്ചു: യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. പാതി മയക്കത്തിലായ അച്ചായന്റെ ചെവിയിൽ കൂടി ഈ വാക്യം തുളച്ചു കയറി. അച്ചായന് ചെറുതായി തല കറങ്ങുന്നതും കണ്ണിൽ ഇരുട്ട് കയറുന്നതുമായി തോന്നി. അച്ചായനും ഒട്ടും വിട്ടുകൊടുത്തില്ല. ബൈബിൾ എടുത്ത് ഇങ്ങനെ തിരിച്ചു വായിച്ചു: എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. പിന്നെ അവിടെ നടന്നത് ഇസ്രയേലും ഗാസയും പോലുള്ള വാക്യങ്ങൾ കൊണ്ടുള്ള പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഒടുവിൽ അമ്മാമ്മയുടെ വാക്യശരങ്ങൾക്ക് മുമ്പിൽ അച്ചായന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം അച്ചായൻ ബൈബിൾ എടുത്തു ഉച്ചത്തിൽ ഇങ്ങനെ വായിച്ചു: ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവയെ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. അടുത്ത മുറിയിൽ പബ്ജി കളിച്ചുകൊണ്ടിരുന്ന അവരുടെ കൊച്ചുമോൻ ജോണി മോൻ അപ്പച്ചന്റെ അലർച്ച കേട്ട് ചാടി വന്ന് 2 പേരെ ശാസിച്ച് 2 മുറിയിൽ ഇരുത്തി. അങ്ങനെ 1-2 ദിവസങ്ങൾ നീങ്ങി. പരസ്പരം മിണ്ടാട്ടമില്ലാതെയായി. ഈ പ്രശ്നത്തിൽ സഭയിലെ പാസ്റ്റർ ഇടപെടണമെന്ന് അമ്മാമ്മയ്ക്ക് തോന്നി. അച്ചായന്റെ മുമ്പിൽ വെച്ച് ഫോൺ ചെയ്യാൻ ഒരു മടി. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പോയി പറയാനും പറ്റില്ല. ഒടുവിൽ അങ്ങനെ അമ്മാമ്മ വിശദമായ ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്തു.
പാസ്റ്റർക്ക് കത്ത് കിട്ടി. വായിച്ചതിന് ശേഷം മറുപടി എഴുതി പോസ്റ്റ് ചെയ്തു. മറുപടി കത്ത് കിട്ടി പൊട്ടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി: അമ്മാമേ, കത്ത് മുൻപോട്ട് വായിക്കുന്നതിന് മുമ്പ് അച്ചായനെയും കൂടി ഇരുത്തി ഈ കത്ത് ഒന്നിച്ച് വായിക്കാൻ ദയവായി അഭ്യർത്ഥിക്കുന്നു. അമ്മാമ അച്ചായനോടും കാര്യങ്ങൾ പറഞ്ഞു. അത് വായിച്ചു കേൾപ്പിക്കാൻ അച്ചായൻ പറഞ്ഞതിനനുസരിച്ച് അമ്മാമ വായിക്കാൻ തുടങ്ങി. അമ്മാമേ, കത്ത് കിട്ടി. അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞതിൽ ചെറിയൊരു സങ്കടവും പിന്നെ നിങ്ങൾ സേഫ് ആയിരിക്കുന്നതിൽ സന്തോഷവുമുണ്ട്. നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് ചില വീടുകളിൽ കണ്ടുവരാറുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ആത്മീയ ലോകത്തെ വാക്സിനുകളും വൈറസുകളെയും പറ്റി ആയിരുന്നല്ലോ. ഞാൻ താഴെ അക്കമിട്ട് നിൽക്കുന്ന ആത്മീയ ലോകത്തെ വാക്സിനുകളും വൈറസുകളെയും പറ്റി വായിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാക്സിനും വൈറസും. 1. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങൾ സകല ചിന്താകുലോ അവന്റെ മേൽ ഇട്ടുകൊള്ളു. മനുഷ്യന്റെ ചിന്താകുലത്തെ ബാധിക്കുന്ന വൈറസുകളെ ഫലപ്രദമായി നേരിടുന്ന ഒരു വാക്സിനാണിത്. ഈ വൈറസ് ബാധിക്കുന്ന ആളിൽ ദിവസേനയുള്ള ആകുലതകളും വ്യാകുലതകളും ആശങ്കകളും കൂടുതലായി കാണപ്പെടുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. വ്യക്തി ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെ സമാധാന അന്തരീക്ഷം വരെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ വൈറസ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം ആരംഭിക്കാൻ തന്നെ കാരണം ഈ വാക്സിന്റെ അഭാവം ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൽ ഐക്യത സമാധാന ബന്ധത്തെ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മുടെ ക്ഷമയെ നശിപ്പിക്കുന്ന ഭീകര വൈറസുകളെ വളരെ ഫലപ്രദമായി നേരിടുന്ന ഒരു വാക്സിനാണിത്. വാശി, വൈരാഗ്യം മനസ്സിൽ വെച്ച് പെരുമാറുക, പിണങ്ങി നടക്കുക, സന്തോഷമില്ലായ്മ എന്നിവയാണ് ഈ വൈറസുകളുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് ഒരിക്കൽ പിടിപെട്ടാൽ നാളുകൾ ഇത് നിലനിൽക്കും. നമ്മുടെ ഈ പ്രശ്നം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത് ഈ വാക്സിന്റെ അഭാവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 3. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുക. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കുകയും അരുത്. നമ്മളിൽ കോപമുണ്ടാക്കുന്ന വൈറസുകളെ വളരെ ഫലപ്രദമായി നേരിടുന്ന ഒരു വാക്സിനാണിത്. പരസ്പരം പോരടിക്കുക, വഴക്കിടുവാനുള്ള പ്രേരണ കൂടുതലായി കാണപ്പെടുക, ബഹളങ്ങൾ ഉണ്ടാക്കുക, അക്രമം വരെ ഉണ്ടാകുവാനുള്ള പ്രവണത, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ വൈറസുകൾക്ക് അടിമപ്പെട്ടാൽ അടുത്ത നിമിഷങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ ചിന്തിക്കുന്നതെന്നോ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇവിടുത്തെ പ്രശ്നം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിയതാണ് ഈ വാക്സിന്റെ അഭാവം തന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 4. എല്ലാറ്റിനും മീതെ സമ്പൂർണതയോടെ ബന്ധമായ സ്നേഹം ധരിക്കും. നമ്മളിലെ സ്നേഹമില്ലായ്മയാകുന്ന വൈറസിനെതിരെ പോരാടുന്ന ഫലപ്രദമായ ഒരു വാക്സിനാണിത്. ഐക്യയില്ലായ്മ, പിണക്കം, വാശി, ദേഷ്യം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. വീട്ടിലെ പരസ്പരമുള്ള ഐക്യം തകർത്ത് വലിയ കലഹത്തിലേക്കും കലാപത്തിലേക്കും തള്ളിവിടുന്ന ഒരു വലിയ ഭീകര വൈറസ് ആണിത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് ഈ വാക്സിന്റെ അഭാവം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 5. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനകൾ മുടക്കുന്ന വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന വളരെ ഫലവത്തായ ഒരു വാക്സിനാണിത്. കൂടെ കുടുംബ പ്രാർത്ഥനകൾ മുടക്കുക, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ചർച്ചകളിൽ ഏർപ്പെട്ട് കലഹങ്ങൾ ഉണ്ടാക്കുക, തർക്കിക്കുക, പിണങ്ങുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായി കരുതുന്നത്. ഈ വാക്സിന്റെ അഭാവം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായെന്ന് നിസ്സംശയം പറയാം. വൈറസുകളെയും വാക്സിനെയും പറ്റി തൽക്കാലം അമ്മാമയ്ക്ക് ഒരു ധാരണയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ശോധന ചെയ്ത് വൈറസിന്റെ ലക്ഷണം നോക്കി തക്കതായ വാക്സിൻ എടുക്കാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കത്ത് ചുരുക്കുന്നു. കത്ത് വായിച്ച ശേഷം അമ്മയിലും അച്ചായനിലും വലിയൊരു മാറ്റം കണ്ട് അവരുടെ കൊച്ചുമോൻ ജോണിമോൻ ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ്. ഓക്കെ. അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസനും എല്ലാ സഭയിലെ വിശ്വാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം. വാർത്തകൾ വായിക്കുന്നത് മിനി മോനസ്. പ്രധാന വാർത്തകൾ. 2024 മെയ് മാസം പാസ്റ്റർ നോബൽ ജേക്കബിന്റെയും കുടുംബത്തിന്റെയും വരവോടുകൂടി സഭ ഉണർത്തപ്പെട്ടു. സെക്രട്ടറി സണ്ണിച്ചായൻ നിത്യത ചേർക്കപ്പെട്ടതോടെ പുതിയ സെക്രട്ടറിയായി ബ്രദർ ഷാജി തോമസ് പള്ളിയമ്പലിനെ നിയമിച്ചു. ട്രഷറർ ബ്രദർ ജെയ്മൻ കുടുംബവും UK പര്യടനത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന സർവശക്തനായ ദൈവം സിസ്റ്റർ സോണായിക്കും രഞ്ജുവിനും ഒരു മോനെയും കൊടുത്തു. ആയിരം മോനീഷയുടെ മാതാവ് സിസ്റ്റർ മോളി ആന്റി
UK പര്യടനത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. സിസ്റ്റർ ഉഷ എല്ലാം വാഗത്താൻ സെന്ററിന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. 2024 മെയ് മാസം പാസ്റ്റർ നോബിൾ ജേക്കബിന്റെ കുടുംബത്തിന്റെ വരവോടുകൂടി സഭ ഉണർത്തപ്പെട്ടു. കൃപയാൽ യാതൊരു ചീറ്റലും പൊട്ടിത്തെറികളും കൂടാതെ എബനേസർ തെങ്ങന ചർച്ച മുന്നോട്ട് പോകുന്നു. സെക്രട്ടറി സനിച്ചായന്റെ നേതൃത്വത്തിൽ ചേർക്കപ്പെട്ടതോടുകൂടി പുതിയ സെക്രട്ടറിയായി ഷാജി തോമസ് കൊളീജിനെ നിയമിച്ചു. ട്രഷറർ ബ്രദർ ജെയ്മോൻ കുടുംബം UK പഠനത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. അവർ പ്രിയയുടെ കുടുംബത്തിന്റെ അടുത്തായിരുന്നു പോയത്. ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന സർവശക്തനായ ദൈവം സിസ്റ്റർ സോണായിക്കും രജുവിനും ഒരു മോളെയും മോനെയും കൊടുത്തതുകൊണ്ട് സിസ്റ്റർ സാജിബേബിയുടെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ബാംഗ്ലൂരിൽ പാർക്കും വിശ്വാസികൾക്ക് നീ ആരങ്ങേളധികം വേണ്ടി നീ മോനും ചിപ്പിയും ആരങ്ങൾ വാഹിച്ചിടും മോനും ചിപ്പിയും ആരങ്ങൾ വാഹിച്ചിടും. ജോലിക്കും പഠനത്തിനുമായി ബാംഗ്ലൂർ പോകുന്നവർക്കായി ആത്മീയ ആരാധനയ്ക്കും ബൈബിൾ സ്റ്റഡിക്കും സമീപിക്കുക. പാസ്റ്റർ ജോമോൻ ICP എക്ലീഷ്യ ചർച്ച് ബാംഗ്ലൂർ. വാർത്തകൾ തുടരുന്നു. ബ്രദർ മുകേഷ് കഴിഞ്ഞ ആഴ്ച ബ്രദർ മുകേഷിനും കുടുംബത്തിനും എബനേസർ ചർച്ച് ഓഫ് ഗോഡ് തെങ്ങന സഭയുടെ മെമ്പർഷിപ്പ് നൽകി ഹാർദവമായി സ്വീകരിച്ചു. സിസ്റ്റർ ഗ്ലോറി ആൻഡ് ഫാമിലിക്ക് ആനിവേഴ്സറി മീറ്റിംഗ് സംബന്ധിക്കാൻ സാധിക്കാത്തതിൽ ഖേദം രേഖപ്പെടുത്തിയിരിക്കുന്നു. സിസ്റ്റർ കുഞ്ഞുമോൾ അസഹ്യമായ ശാരീരിക അസ്വസ്ഥതയെ താങ്കൾ വകവയ്ക്കാതെ ഉപജീവന വർഗത്തിലെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മാസ്യോത്തിന് പോയ വഴിയുണ്ടായ അപകടത്തെ തുടർന്ന് സിസ്റ്റർ സാറമ്മയ്ക്ക് അല്പമായ പരിക്കുകൾ ഉണ്ടായതിനെ തുടർന്ന് ചില ദിവസങ്ങൾ ഭവനത്തിൽ വിശ്രമിക്കേണ്ടി വന്നു. സിസ്റ്റർ പ്രഭ കുടുംബമായി കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലുള്ള തന്റെ മക്കളുടെ അടുക്കിലേക്ക് വിദേശ പര്യടനത്തിന് പോയിരിക്കുന്നു. എബനേസർ ചർച്ചിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഇന്ന് നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്കായിരിക്കുന്നു. മൗണ്ട് സിയോൺ ബൈബിൾ കോളേജിൽ 2025-26 അധ്യയന വർഷത്തേക്ക് മലയാളി വിദ്യാർത്ഥികളെ കിട്ടാത്ത കോളേജ് പ്രിൻസിപ്പാൾ ഒരു പ്രത്യേക മീറ്റിംഗിൽ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. സിസ്റ്റേഴ്സ് ലീലാമകൾ ഇടയ്ക്കിടെ എബനേസർ ചർച്ചിൽ നോഗയുടെ പെട്ടകത്തു നിന്ന് പോയ കാക്കകളെ പോലെ വന്നും പോയി നിൽക്കുന്നു. എല്ലാ മീറ്റിങ്ങുകളിലും 5 അംഗ കുട്ടി പട്ടാളങ്ങളുടെ ആശീർവാദ ഹല്ലേലൂയ പലരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സൽസ്വഭാവിയും സുമുഖനും ദൈവഭയമുള്ള ബ്രദർ ടോമിന് അനുയോജ്യമായ വിവാഹാലോചന ക്ഷണിക്കുന്നു. സിസ്റ്റർ മിനി സതീഷ് കർത്താവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് ദൈവസഭയോട് ചേരുവാൻ തീരുമാനം അറിയിച്ചിരിക്കുന്നു. ന്യൂസ് റിപ്പോർട്ടറായ മിനി മോനിച്ച് പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന ദൈവജനത്താൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നോബിലേക്ക് ഉറപ്പു നൽകി ദൈവജനത്തെ ബലപ്പെടുത്തിയിരിക്കുന്നു. വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കും എന്ന വചനാടിസ്ഥാനത്തിൽ പ്രിയ മാത്യുച്ചാൻ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായി സേവനം നടത്തുന്നു. കാലാവസ്ഥ. തെങ്ങണയിൽ പരിസരത്തും പൊതുവെ താപനില കൂടുതൽ. തെങ്ങണ ചർച്ചിൽ പൊതുവെ ആത്മീയ അന്തരീക്ഷം 100 ഡിഗ്രി സെൽഷ്യസ്, എന്നാൽ ആരാധനയിൽ ഉറങ്ങുന്നവർക്ക് 0 ഡിഗ്രി സെൽഷ്യസ്. എബനേസർ ചർച്ചിൽ ആദ്യമായി വാർഷിക മീറ്റിംഗ് നടത്തുന്നതിന് ഇന്ന് വൈകിട്ട് ഇടിവെട്ടി മഴയെ സാധ്യതയുണ്ട്. സമയമില്ലാത്തതിന് വാർത്തകൾ കഴിഞ്ഞു. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വേറെ കമന്റ്സ് ഒന്നും പറയാനില്ല. ഞാൻ പ്രത്യേകം ഒന്നും പറയുന്നില്ല. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ും
2:3 ഉൽപ്പത്തി പുറപ്പാടി ലേവ്യ 4:5 സംഖ്യ ആവർത്തനം എന്നിവയും മോശാനവിയും എഴുതി യോശുവ ന്യായാധിപൻ രൂത്തും പിന്നാലെഴുതി 1-2 ശമൂവേൽ കഴിഞ്ഞാൽ 2 രാജാക്കന്മാർ 1 2 ദിനവൃത്താന്തം വേദത്തിൽ വാക്കാതെ സദൃശ്യവാക്യങ്ങൾ ജ്ഞാനപ്രസംഗ സഭയിൽ പിന്നാലുത്തമ ഗീതം പുസ്തകം 26 ദാനിയേൽ കോശയ്യ യോവേല മോസോബേദ്യ യോനാഗീകാനാകും പ്രഭുസരിയാകായിരുന്നു പഴയ നിയമത്തിൽ സ്ത്രീഹന്മാരവരെഴുതി സുവിശേഷം 4 പേര് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാനെന്നും പേര് വരുന്നു സ്ത്രീഹന്മാരവർ ചെയ്ത വേദവരെ പുതുക്കി പ്രവൃത്തിക പുസ്തകം എന്നൊരു പേര് കാണാമഞ്ഞാം ഭാവ്യം കൊമറും 1-2 കോരിത്തും പിന്നെ ുമായി തീരുന്നില്ലല്ലോ തെസ്സലോനിക്കർ 1-2 തീമോത്തിയോസ് ഈത്തോസ്ഫിരമോന് പ്രായരുമായ ലേഖനം എഴുതി 14 യാക്കോബിന്റെ പത്രോസ് ശ്ലീഹ എഴുതി 2 യോഹാനോന്റെ ലേഖനം 3 കഴിഞ്ഞാൽ പിന്നെ യൂദ തീർന്നല്ലോ വെളിപാടിൻ 27 എണ്ണത്തിൽ 30-9-66 സംഖ്യ എന്നതിങ്കിൽ വേദവാക്യങ്ങൾ നാദസ്തോത്രം When the trumpet of the Lord shall sound, then time shall be no more, and the morning breaks eternal, bright and fair. When the saints of earth shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. On that bright and cloudless morning, when the dead in Christ shall rise, and the glory of His resurrection share, when His chosen one shall gather to their home beyond the skies, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. Let us lay before the Master from the dawn till setting sun. Let us talk of all His wondrous love and care. Then when all life is over and our work on earth is done, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. When the roll is called up yonder, I'll be there. ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ പാടും ഞാനിന്നത് നാരിയാനോ നീക്കം വാഴും ശ്രീയേശുവിനോ പാടും ഞാനിന്നത്
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ആദ്യമായി അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസനും സഭയിലെ എല്ലാ മെമ്പേഴ്സിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹമാണ്. ഈ സഹോദരി ടുഡി എന്നൊരു രാജ്യത്ത് നിന്ന് വന്നൊരു മിഷണറിയാണ്. അവിടെ വെച്ച് എനിക്ക് പരിചയപ്പെടാനിടയായി. ഞാൻ ഇന്ത്യക്കാരിയാണ്. അവിടെ വെച്ച് അങ്ങനെ ഈ മിഷണറി വന്ന് ഇവിടെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് വന്നത്. ഈ സഹോദരിക്ക് ടുഡി എന്നൊരു ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ആ സഹോദരിക്ക് നമ്മൾ സമയം കൊടുക്കുന്നു. ടുഡി ടുഡി ടു ടുക് ടുക് ടുഡി 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 ടു ആൻഡ് ടുക് ടുക് ടുഡി. ബഹുമാനപ്പെട്ട പാസ് അധ്യക്ഷൻ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമാണ്. ടുഡി ടുഡി ടു ടുക് ടുക് ടുഡി. ഞങ്ങൾ ടുഡി എന്ന രാജ്യത്ത് നിന്നുമാണ് വന്നിരിക്കുന്നത്. ടുഡി ടുഡി ടു ടുക് ടുക് ടുഡി 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 ടു ടുക് ടുക് ടുഡി. എബനേസർ ചർച്ച് തേങ്ങാ സഭയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പാസ്റ്റർ നോബിൾ ജേക്കബിന്റെ പ്രത്യേക ക്ഷണം ലഭിച്ചാണ് ഞങ്ങൾ ഇവിടെ വരുവാൻ ഈ സഭയുടെ വാർഷികത്തിന് താങ്കൾ നിർബന്ധമായി വരണമെന്നായിരുന്നു ക്ഷണം. ഉടനെ തന്നെ ഇന്ത്യക്കാരിയായ കൂട്ടുകാരെ കൂട്ടി ഞങ്ങൾ യാത്ര തിരിക്കുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ടുഡി എന്ന രാജ്യത്ത് തെങ്ങാളി ദേശത്ത് എത്തിച്ചേർന്നത്. ഇവിടെ എത്തിയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ യാതൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ചർച്ചിന്റെ ടെറസിലാണ് ഞങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. അവിടെ നിന്ന് പാരച്ചൂട്ട് വഴി ഹോളിന്റെ വാതിലെത്തിയെങ്കിലും ഇരുവശത്ത് 2 സ്പൈ ഗാർഡുകൾ നിൽക്കുന്നുണ്ട്. ആ സ്പൈ ഗാർഡിനെ ഞങ്ങൾ അകത്ത് കയറുവാൻ അനുവദിച്ചില്ല. എന്നാൽ യൂട്യൂബിലെ നോബൽ പാസ്റ്ററുടെ കൈ വെച്ച് നിൽക്കുന്ന ഈ എംബളം കാണിച്ചപ്പോഴാണ് ഞങ്ങളെ ഇതുപോലെ ഇനി വരുന്നവർക്ക് ഇങ്ങനെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതേ. ടുഡി എന്ന രാജ്യത്തെ കുറിച്ച് പറയുവാണെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണെങ്കിലും ക്രിസ്തുവേഷ്യൻ ആത്മീയ വളരെ സമ്പന്നരാണ് ആ രാജ്യം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുന്നവരും അന്യോന്യം കൈ കാണുന്നവരും ഏത് ആത്മീയ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്നവരുമാണ് ടുഡി രാജ്യത്തിലെ ആൾക്കാർ. ഈ ചർച്ചിലുള്ളവർ ഇങ്ങനെയുള്ളവരായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച, റോഡുകൾ കൂടി അനേകം വിശ്വാസികളും വാഹനങ്ങളും കടന്നു പോകുന്നു. എന്നാൽ അവരാരും പരസ്പരം മിണ്ടുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഈ ചർച്ചിലുള്ളവർ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, യേശുക്രിസ്തു ഭാവികളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു രാജാവായി വേഗം വരുന്നു. യേശുവിനെതിരെ നമുക്ക് ഒരുങ്ങാം. നിങ്ങളെ ഞങ്ങളുടെ രാജ്യത്തിൽ ടുഡി എന്ന രാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് പോകാൻ സമയമായി. ടെറസിന്റെ മുകളിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നു. പാരച്യൂട്ട് വഴി ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറട്ടെ.
നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല പ്രോഗ്രാം ആയിരുന്നു. ദൈവം ധാരാളം വീണ്ടും നൽകുണവുണ്ടാവും വള്ളങ്ങളിൽ മേലും കേൾവൻ മഴയിൻ സ്വരം ആശീഷം പെയ്യണമേ കൃപകൾ വീടുന്നു ചാളി വന്മഴ ദൈവമേ ആശീഷമാരിയുണ്ടാകും ആകർത്താ ഞങ്ങൾക്കും ഇപ്പോൾ നിൻ വാഗ്ദത്തമോർത്തു നൽവരം തന്നിടുക ആശീഷം പെയ്യണമേ കൃപകൾ വീഴുന്നു ചാറി വന്മഴ ദൈവമേ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ റിഹേഴ്സലുകളൊന്നും ഇല്ലാതായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമുകൾ ചെയ്തത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഒന്ന് ചേർന്ന് ഇന്ന് പുതിയ ഭാഷകളൊക്കെ നമ്മൾ മിഷണറി ഒക്കെ കൊള്ളാം. ഞാൻ ഭാഷ പഠിക്കണം കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ നിങ്ങൾ എല്ലാവരും നല്ല പ്രോഗ്രാമുകളെല്ലാം ചെയ്തു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, എല്ലാവർക്കും താലന്തുകൾ ഒരു മനുഷ്യനും ഇല്ല. ദൈവം ഒരു താലന്ത് പോലും തരാത്ത ഒരു മനുഷ്യനും. അപ്പൊ നാദാൻ ഇത് കണ്ടല്ലോ, വൈദ്യുതി പ്രോഗ്രാം എടുക്കാത്തത് കണ്ടല്ലോ. അപ്പൊ എല്ലാവരും വൈദ്യുതി എന്ത് ചെയ്ത ഒരാളെ പോലും ഇതിനകത്ത് വെറുതെ വിടല്ലോ. എല്ലാവരെയും വൈദ്യുതി പ്രോഗ്രാം എടുക്കുക. എല്ലാവർക്കും ദൈവം താലന്ത് കൊടുക്കട്ടെ. കർത്താവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഇന്ന് ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് ഇത്രയും ഭംഗിയാക്കി തീർത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ അകമഴിഞ്ഞ നന്ദിയെ ഒരു ദേവദാസന്റെ നിലയിൽ നൽകുന്നു. കർത്താവ് എല്ലാവരും തുടർന്ന് നമുക്ക് അവസാനമായി നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് ഇപ്പോൾ ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രൈസ് നൽകുകയാണ്. അത് ഇപ്പം ഷൈജാന പേരുകൾ വായിക്കും. അപ്പോൾ വായിക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരിക. അതിനായിട്ട് കുഞ്ഞുങ്ങളെ ക്ഷണിക്കും. നമുക്ക് 4 കുഞ്ഞുങ്ങളെ ഉണ്ട് സൺഡേ സ്കൂളിൽ. ആദ്യം 10ാം ക്ലാസ്സിലെയാണ്. ആദ്യം എസ്തേറിനെ ക്ഷണിച്ചു. ക്ലാസ്സിലേക്ക് ആദ്യം ജോഷിനെ മുന്നോട്ട് കടന്നുകൊണ്ട് മോശപ്പാസ് മുന്നോട്ട് കടന്നുകൊണ്ട് പ്രൈസ് കൊടുക്കും. ഇത് ഹെഡ്മാസ്റ്റർക്കുള്ള സമ്മാനമാണ്. ഞാനൊരു വീട്ടി മാത്രം അന്വേഷിക്കുന്നത്. ടീച്ചേഴ്സിനുള്ള സമ്മാനമാണ്. അത് ലിഡിയ സിസ്റ്റർ ക്ഷണിക്കുന്നത്.
എല്ലാവർക്കും കൊടുത്തേക്ക് നമ്മുടെ സ്കൂളിൽ ഉൾപ്പെടാത്ത ചില കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അവർക്കുള്ള സമ്മാനത്തിനായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ്. അത് 2-3 പേര് നമുക്ക് മാറി മാറി നമുക്ക് കൊടുക്കാം. ആദ്യം ക്രിസ് മുന്നോട്ട് ക്രിസ് തന്നെ. ഓക്കെ, ക്രിസ, ഇവാന, ജോർണൻ, ഇവാന, ഇവാന, ഇവാന. ഓക്കെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു. നമുക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കാൻ വേണ്ടി മോനച്ചൻ പാസ്റ്റർ മുമ്പോട്ട് ക്ഷണിക്കും. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്നത് നന്ദി അർപ്പിക്കാനുള്ളതായിരിക്കുന്ന കർത്തവ്യമുണ്ട്. അതുപോലെ നമ്മുടെ ഈ 10 വർഷത്തിന് ശേഷമായിട്ട് ഈ ഒരു വാർഷികം നടത്തുവാൻ സർവകൃപാലുവായ ദൈവം കർത്താവദാസന് കൊടുത്തിരിക്കുന്നതായ ആലോചന ഓർത്ത് ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. വളരെ അനുഗ്രഹമായി ഈ വാർഷികം നടത്തുവാൻ ദൈവം നമ്മളിൽ സഹായിച്ചല്ലോ. വളരെ നന്ദി കർത്താവിനെ കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ഈ വാർഷികത്തിന്റെ ചെയർമാനായിരിക്കുന്നതായ നമ്മുടെ പാസ്റ്റർ നോബൽ ജോക്കി പാസ്റ്ററിനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആലോചന ദൈവം കൊടുത്തത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. നമ്മുടെ ചർച്ചിന്റെ സെക്രട്ടറി, രക്ഷാധികാരി, ഈ പ്രിയപ്പെട്ടവരുടെ കർത്താവിന് നന്ദി പറയുന്നു. കാര്യം വളരെ മികവോടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായി, ചർച്ചിന്റെ മുഴുവൻ കാര്യങ്ങളും ഒക്കെ ചെയ്യുവാനായിരിക്കുന്ന പ്രത്യേക കഴിവ്, കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചെയ്യുന്ന ദൈവമുള്ള കൃപ ദൈവം കൊടുത്ത് ഓർത്ത് ഞാൻ നന്ദി ദൈവത്തിന് അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ചർച്ചിലെ മെമ്പേഴ്സ്, അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളിലും കൂടികളിലും ഒക്കെ കടന്നു വരികയും ആത്മാർത്ഥയോടെ ദൈവത്തെ സ്തുതിക്കുകയും മുറുകപ്പെടുത്തുകയും ചെയ്യുന്നതായ സഭയോടുള്ളതായിരിക്കുന്ന നന്ദി ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്ത് അർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അതിനെല്ലാം സഹകരിച്ച് ചെയ്യുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവം അറിയിക്കുന്നു. അത് നമ്മുടെ വൈപി സെക്രട്ടറി ഇതിന്റെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാമായിരിക്കുന്ന കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറിയോട് ഉള്ള നന്ദി അറിയിക്കുന്നു. വൈപി മെമ്പേഴ്സിനോട് നന്ദി പ്രത്യേകിച്ച് അറിയിക്കുക. അവരുടെ താരങ്ങളൊക്കെ അവര് മൂടി വെക്കാതെ അതൊക്കെ കിട്ടിയ താരത്തിനനുസരിച്ച് അവരെ ചെയ്യുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ചെയ്യാനുള്ള എല്ലാ കൃപയും ദൈവം വൈപി മെമ്പേഴ്സിന് ദൈവം കൊടുക്കട്ടെ എന്ന് ഓർത്ത് ദൈവം നന്ദി പറയുകയാണ്. പോലെ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ മാതൃചാര്യ ഓർത്ത് പ്രതി നന്ദി പറഞ്ഞ കാര്യം വളരെ വാർദ്ധക്യം ആയിരിക്കുന്ന സമയത്താണെങ്കിലും വാർദ്ധക്യത്തിൽ പച്ചവെച്ച് വാടാതെ ഇരിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുന്നു. സൺഡേ സ്കൂളിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മുൻപിൽ ആദ്യമേ ഈ സഭാഹോളിൽ വരുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും വളരെ മികവോടെ ചെയ്യുന്ന കർത്താവിന്റെ ദാസരോട് നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. വീണ്ടും ചെയ്യാനുള്ള എല്ലാ ബലവും ആരോഗ്യം ദൈവത്തിന്റെ ജ്ഞാനവും ദൈവം കൊടുക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. സൺഡേ സ്കൂളിലെ എല്ലാ മെമ്പേഴ്സുള്ള നന്ദി അറിയിച്ചു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. അവര് എല്ലമിന്റെ ഇതിന്റെ പ്രവർത്തനം നടത്തുന്ന പ്രിയ സെക്രട്ടറി ആയിരിക്കുന്ന ഉഷിയാന്റെയുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിച്ചുകൊള്ളുന്നു. വളരെ തന്മയത്വത്തോടെ കാര്യങ്ങളൊക്കെ നന്നായി അവതരിപ്പിക്കുവാൻ ദൈവം ഇടയായിട്ടുണ്ടെങ്കിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും എല്ലാത്തിന്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതായിരിക്കുന്നതായ എല്ലാ കൃപയും കൊടുക്കട്ടെ. എല്ലാം കൂടെ ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്ന സേവനത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ദൈവമേ സഹായിക്കട്ടെ. സ്തോത്രം. അടുത്തത് നമ്മുടെ സോണ സിസ്റ്ററുടെ ഹസ്ബൻഡ് ഇന്നത്തെ ഈ വാർഷികത്തിൽ ആരാധനയിലൊക്കെ പങ്കെടുക്കുന്ന ഓർത്ത് പ്രത്യേകിച്ച് നന്ദി ഞങ്ങൾ സഭയായി അറിയിക്കുന്നു. കുടുംബമായി കുടുംബത്തെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന്
ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. സ്തോത്രം. അതുപോലെ മുകേഷ് പ്രഭു ഹല്ലേലൂയ തന്നെ വിദേശത്തായിരുന്നെങ്കിലും നമ്മുടെ ഈ ചെറിയ സഭയിലും വാർഷികത്തിലും പ്രത്യേകിച്ച് പങ്കെടുക്കുവാൻ ദൈവം കാണിച്ചിരിക്കുന്നതായ മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി അറിയിച്ചു കുടുംബ ദൈവം വരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിക്കുകയാണ്. സോ ഹല്ലേലൂയ. അതുപോലെ ചിപ്പി ഇതുമായി പാസ്റ്റർ എന്ന് വന്നില്ല, ശുശ്രൂഷ കടന്നു പോയിരിക്കുന്നെങ്കിലും ചിപ്പി കുഞ്ഞുങ്ങളുമായി കടന്നു വരികയും നല്ല പ്രോഗ്രാമുകൾ ചെയ്ത് ഓർത്തും അതിനോട് നന്ദി അറിയിച്ചും കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യനാണ്. ഈ പ്രോഗ്രാം മാത്രമല്ല, സഭയുടെ എല്ലാ കാര്യങ്ങളിലും താന് ഈ അതിന്റെ ലൈവായിട്ട് ഇത് എല്ലാ കാര്യം ക്രമീകരിക്കുന്നത് താനാണ്. ഈ വാർഷികത്തിന്റെ എല്ലാ കാര്യങ്ങളും താന് ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം കംപ്ലീറ്റ് പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്. അതിനുള്ള നന്ദി പ്രത്യേകിച്ച് സഭയെ ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് അതിന് കടന്നു വന്നാൽ ഇവിടെ ചെയ്യുന്ന മക്കളൊക്കെ ദൈവാസം കൊടുത്തല്ലോ, പിന്നെയും ദൈവം ആളുകൾ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ആളുമായിട്ട് വീണ്ടും ഉപയോഗിക്കട്ടെ. അതുപോലെ തന്നെ ബിനോയ് എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ ചർച്ചയിൽ ഇടയ്ക്കൊക്കെ കടന്നു വരുന്നതാണ്. ചന്തപുരത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഈ ആരാധനയിലും ഈ വാർഷികത്തിലും പങ്കെടുക്കാൻ ഒരു അവസരം കൊടുത്തോടുന്നത് ഞങ്ങൾ ഏൽക്കുന്ന പങ്കെടുത്തതിനുള്ള നന്ദി അറിയിച്ചു. ദൈവത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിച്ചു കൊള്ളുകയാണ്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും നന്ദി പറയാൻ വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതെല്ലാം വളരെ അനുഗ്രഹത്തോടെ നടത്തി തന്ന സർവകൃപാലുവായ ദൈവത്തോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവം സഹായിക്കട്ടെ. അത് മാത്രമല്ല, ശേഷമായി നമുക്ക് നല്ല ആഹാരങ്ങൾ ഈ സഭയായി ഒരുക്കിയിരിക്കുന്നു. ദൈവമാണ് തന്നിരിക്കുന്നത്. അതിനുള്ള നന്ദി എന്റെ ഭാരവാഹികൾ പ്രവർത്തിച്ചുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പ്രോഗ്രാം പ്രാർത്ഥിക്കും. സമയം നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയിൽ കടന്നു വരുന്നു. ഞങ്ങളുടെ സഭയുടെയും പത്രികാ സംഘടനകളുടെയും വാർഷികമായി ഞങ്ങൾക്ക് ഇന്ന് പകൽ കടന്നു വരുവാൻ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ പലവിധ പ്രോഗ്രാമുകൾ ചെയ്തെടുക്കാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വളരെ പരിമിതികൾ ഉണ്ടെങ്കിലും അതിന്റെ നടുവിലും ഞങ്ങൾക്ക് ഇത്രത്തോളം ഭംഗിയായി ഈ പ്രോഗ്രാമുകൾ ചെയ്തെടുക്കാൻ കർത്താവിനെയാക്കിയതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വൈപ്പിയുടെ പ്രവർത്തനങ്ങൾ, സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ, എല്ലാവരുടെ പ്രവർത്തനങ്ങൾ, അതിന് ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവസഭയുടെ സെക്രട്ടറി, ട്രഷറർ, മറ്റു എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കൊരു പുതിയ വർഷം ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ദൈവം നൽകുമ്പോൾ കർത്താവ് ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങേക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും സജ്ജരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി ഈ ദൈവസഭയെ കർത്താവെ അവരുടെ ദൈവദാസൻ നിലയിൽ കർത്താവിന്റെ നാമം ചൊല്ലി കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സഭയുടെ മേൽ, ദൈവമക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയ ദൈവസ്ഥാനം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. കാണുമ്പോൾ ഞങ്ങളുടെ ചെറിയ ഞങ്ങൾ മറയ്ക്കണമേ. പ്രാർത്ഥനകളിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഭയും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും സഭയോട് സഭാപ്രവർത്തനങ്ങളോടുകൂടെ കർത്താവിന്റെ പരിപാടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകരം യേശു ക്രിസ്തു മഹാന്തരം ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് യേശു